ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷാർജയിലാണ്. പോകുന്ന വഴിക്ക് ഇതാ എനിക്ക് ഈ ഒരു ഗാർഡനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ പച്ചപ്പരവതാൻ ഇങ്ങനെ വിരിച്ചിട്ടുള്ള പോലത്തെ ഈ ഏരിയ ഉണ്ടല്ലോ, ഈ റൗണ്ട് ബോട്ടിനെ ചുറ്റുഭാഗത്തുള്ള, പിന്നെ നല്ല ഈന്തപ്പനമരം, അതിൻ്റെ ഇടയിൽ ഈ കളർഫുള്ളായിട്ടുള്ള വളരെ കളർഫുള്ളായിട്ടുള്ള പൂക്കളൊക്കെ കൂടി വെച്ചിട്ട് കാണുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഏരിയയിലൂടെ ഒക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അതാ. എപ്പോഴും ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഒരു കുഞ്ഞു ബർത്ത്ഡേ ഒരു പാർട്ടി. അപ്പോൾ ഇപ്പോൾ ദുബായ് മാളിൻ്റെ ആ റോഡിൽ എത്തിയിട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ അങ്ങനെ കട്ട് ചെയ്ത് പിടിക്കുന്നതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ നല്ല എന്താ പറയുക, ദുബായ് മാളിൻ്റെ അടുത്തുള്ള ആ ഒരു ബിൽഡിങ് സ്കൈലൈനൊക്കെ നമുക്കിങ്ങനെ കാണാം. നല്ല ഉച്ച സമയമാണ്, നല്ല ടെമ്പറേച്ചറാണ്. പക്ഷെ നമ്മൾ കാറിലാകുമ്പോൾ എ സി ഒക്കെ ഇട്ടിട്ട് പോകുമ്പോൾ അത്ര അറിയില്ല, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അത്രയും നല്ല ചൂടാണ്. പിന്നെ ഇതാ നല്ല മനോഹരമായ പഴയ തരം ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ കണ്ട് ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊരു, പിന്നെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ വലിയ റഷൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ബോറടിക്കും. പക്ഷേ ഈ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാവും, വെറൈറ്റി ആയിട്ടുള്ള നല്ല ഡിസൈൻ ആയിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ നല്ല രസം കേട്ടോ. ഏരിയയിലൂടെ ഇങ്ങനെ ചുമ്മാ പുറത്തേക്ക് നോക്കി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്യൂഷൻ ഫുഡൊക്കെ കിട്ടുന്ന നല്ല ഒരു റെസ്റ്റോറൻ്റ് പറഞ്ഞു, JBRലാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് മാറ. അങ്ങനെ കുറേ നാളായി മോള് പറയുന്നുണ്ട് നമുക്കൊന്ന് പോയി അവിടുത്തെ ഫുഡൊന്ന് എനിക്കൊരു ട്രീറ്റ് തരണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയത് കണ്ട മാറ, അതിൻ്റെ ഒരു പേരാണ്. ഒരു നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാണ്. പിന്നെ ഫുഡും തന്നെ ഫ്യൂഷൻ ഫുഡ് അങ്ങനെ തന്നെ പറയണം, ഒരു വെറൈറ്റിയാണ്. അവരുടെ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഫുഡും ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലഞ്ചിനാണ് എത്തിയിട്ടുള്ളത്. ലഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് ഇതാ കോഫി ഷോപ്പ്, അങ്ങനെ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട് കേട്ടോ. അതായത് ഒരു ഇന്ത്യൻ ടച്ച് തൊട്ട് അറബിക്കും ചൈനീസ് അങ്ങനെയൊക്കെ കൊറിയൻ, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യനായിട്ടും ചാട്ട് ടൈപ്പൊക്കെ പ്രസൻറ്റേഷനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടായിരുന്നു. ടേസ്റ്റ് വൈസും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളത് കൊറിയൻ ഫ്രൈഡ് ചിക്കനും പിന്നെ പോപ്കോൺ ഡൈനാമൈറ്റ് ഷ്രിമ്പ്. മൈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊന്ന് ഫസ്റ്റ് തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റമാണിത്. പിന്നെ അതുപോലെ തന്നെ ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ കുറച്ച് സ്വീറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. പോപ്കോൺ ഡൈനാമൈറ്റ് പ്രോൺസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് സാഫ്രോൺ റൈസ് വിത്ത് സ്പെഷ്യൽ ബട്ടർ ചിക്കൻ, അതും നന്നായിട്ടുണ്ടായിരുന്നു. സാഫ്രോൺ യെല്ലോ റൈസ് എന്നാണ് പറഞ്ഞത്, നല്ല സാഫ്രോണിൻ്റെ ഫ്ലേവർ. പിന്നെ ഇത് മറ്റൊരു ഐറ്റം ബീട്രൂട്ട് റൈസ് വിത്ത് ബഫലോ ചിക്കനിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ ബീഫിൽ, അതും നല്ല ടേസ്റ്റ്. പിന്നെ ഇത് സ്പെഷ്യൽ സ്മൂത്തി, മാംഗോ സ്മൂത്തി ആൻഡ് പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ട്രീ, ഇങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അത് അവരുടെ മക്കളുടെ ഇഷ്ടപ്രകാരം അവർ അത് ഓർഡർ ചെയ്തു. പക്ഷെ എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു സ്പെഷ്യൽ പിസ്സ ആയിരുന്നു ഓർഡർ ചെയ്തത്. അത് എന്തുകൊണ്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊരു റിവ്യൂ പറയണം, നമ്മളൊരു ഇഷ്ടം കൊണ്ടുള്ളത് പറയുന്നതാണല്ലോ. അത് ഭയങ്കര ഒരു വിനെഗറിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടുതലായിട്ട് വന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു നമ്മളിങ്ങനെ മെല്ലെ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്. അപ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വല്ലപ്പോഴൊക്കെ പോയി കഴിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. പ്രസൻറ്റേഷനും കാര്യവും പിന്നെ അവരുടെ സർവീസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ജുമൈറ ബീച്ച് സൈഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയുണ്ട്. മുമ്പൊക്കെ എപ്പോഴും വന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു. ബീച്ചിലൊക്കെ പോകാനൊക്കെ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ പിന്നെ വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഒക്കെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പുതിയ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.